ഭാഗ്യലക്ഷ്മി, ആദ്യം ഉണ്ടായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിയത് എന്താണ് എന്നുള്ള ചോദ്യം. അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള മൊഴികളെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പരാതികൾ ചിലർ വെളിയിൽ വന്നു പറഞ്ഞു. അതിനുശേഷം പക്ഷേ SIT വന്നപ്പോൾ ആരും SITക്ക് മുന്നിൽ ഹാജരായി തെളിവ് നൽകാൻ തയ്യാറായില്ല. മന്ത്രി ഇപ്പോൾ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിൽ കുറെ തിരക്കഥകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കുന്നു, പക്ഷേ അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സർക്കാരിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ ചിലരെ വെറുതെ ഊഹം വെച്ചുകൊണ്ട് പ്രതികളാക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തേണ്ടി വരും. അത് സർക്കാർ തയ്യാറായില്ല എന്ന് മന്ത്രിയുടെ പ്രതികരണത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതൊന്ന് കേൾക്കണം, എനിക്ക് പറയാനുള്ള ഒരു സമയം കൂടി നിങ്ങൾ തരണം. ഇത് ഞാൻ ഉൾപ്പെടെ അവിടെ പോയിരുന്ന് സംസാരിച്ചപ്പോൾ ഹേമ മാഡവും അതുപോലെ ശാരദ, വത്സല ഇവരെല്ലാവരും ഇരുന്നപ്പോൾ അവർ ഞങ്ങളോടെല്ലാം പറഞ്ഞ ഒരു കാര്യം, മലയാള സിനിമയിൽ വരേണ്ട മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിന് വേണ്ടിയാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ അവിടെ വന്ന് പരാതി അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് അവര് സംസാരിക്കാൻ വേണ്ടിയാണ് അവരെ എല്ലാവരെയും വിളിച്ചത്. അപ്പൊ ഇത് നാളെ ഒരു സമയത്ത് ഇതൊരു വലിയൊരു കോളിളക്കം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യേണ്ടി വരുമെന്നോ കോടതി കയറേണ്ടി വരുമെന്നോ എന്ന് അവിടെ പോയിരുന്ന ആർക്കും തന്നെ അറിയില്ല. അപ്പൊ ഇത് മലയാള സിനിമയിലേക്ക് ഒരു മാറ്റം, എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇനി മുതൽ ശക്തമായ ഒരു നടപടിയോ അല്ലെങ്കിൽ നിയമങ്ങളോ ഇതിനുള്ളിൽ കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്നോട് വളരെ മോശമായ ഒരു സംവിധായകൻ പെരുമാറുമ്പോൾ, എനിക്കിവിടെ സുരക്ഷിത ഇല്ലാതെയാകുമ്പോൾ അതിന് വേണ്ടത് എന്താണ് എന്ന് സിനിമാ സംഘടനകളും സർക്കാരും വളരെ ഗൗരവമായിട്ട് അത് പരിഗണിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണെന്നാണ്. അപ്പോൾ അവിടെ പോയി പരാതി പറഞ്ഞ സ്ത്രീകൾ, അത് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഈ എന്താ പറയാ ലൈംഗിക ആരോപണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ വിഷയങ്ങളെ കുറിച്ചും അവിടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വിവേചനം, അവർക്ക് പൈസ കൊടുക്കുന്നതിൽ ഉണ്ടാകുന്ന വിവേചനം, ഒപ്പം സ്ത്രീകളോട് പെരുമാറുന്ന രീതി, പലരോടും വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് ഒന്നും തന്നെ അവിടെ ചെന്നിരുന്നവരാരും ഇത് നാളെ കേസാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല. പക്ഷേ ഇത് ഒരിക്കലും ഒരു കെട്ടുകഥയോ ഒന്നും അല്ല. അങ്ങനെ ആരും ഒരു തിരക്കഥ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു തിരക്കഥയല്ല. പക്ഷേ ഇതിന്റെ പേരിൽ ഒരു നടപടിയിലേക്കോ ഒരു നിയമ പോരാട്ടത്തിലേക്കോ വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇതിനോടൊപ്പം നിൽക്കണം എന്ന് അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീകൾ എല്ലാവരും തന്നെ ഭയന്ന് പിന്മാറിയത്. കാരണം ഇത് ഫൈനലി കോടതിയിൽ വരുമ്പോൾ ഇതിന് തെളിവുകൾ വേണമല്ലോ. നമ്മളിപ്പോ മാധ്യമങ്ങളിൽ കൂടി ഇതിങ്ങനെ ചർച്ച ചെയ്ത് ഒരു വലിയ വിഷയമാക്കാം. പക്ഷെ ഫൈനലി ഇത് ആരാണ് ഇതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടത്? വിക്ടിമായി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ വിക്ടിം അവിടെ പോയി ഇത് മുഴുവനും, നമ്മളിപ്പോ SIT ആണെങ്കിൽ പോലും എടുത്തിരിക്കുന്നത് എന്താണ്? ലൈംഗിക ആരോപണങ്ങൾ മാത്രമാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ തെളിവില്ല. ഈ പറയുന്ന, ഇപ്പൊ എനിക്ക് 40 വർഷം മുൻപാണ് എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ പോയി പറയുന്നത്. അത് കേസാക്കാൻ നിന്ന അതിന് ഞാൻ എവിടെ പോയാണ് തെളിവുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? അപ്പൊ അത് വെറും ഒരു തിരക്കഥയായി മാറും. കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അത് തിരക്കഥയായി മാറും. മന്ത്രി പറയുന്നതും അത് തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു, പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്നു, അത് അദ്ദേഹം ഉദ്ദേശിച്ച സ്വാഭാവികമായിട്ടും ആ മൊഴികളായിരിക്കുമല്ലോ. അത് തിരക്കഥയാണെന്ന് സാംസ്കാരിക മന്ത്രി തന്നെ പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്? അല്ല, ആ ഒരു വാക്ക് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു വാക്ക് തന്നെയാണ്. കാരണം പറഞ്ഞവർ തിരക്കഥയായിട്ട് പറഞ്ഞ കാര്യമല്ല. പക്ഷെ നിയമപരമായി കോടതിയിൽ വരുമ്പോൾ ഇത് അക്യൂസ്ഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വക്കീൽ പറയും ഇത് തിരക്കഥയാണ്. പക്ഷെ ഈ പറയുന്ന മന്ത്രി അത് പറയുമ്പോൾ അവിടെ ചെന്ന് പറഞ്ഞ സ്ത്രീകൾ എല്ലാവരും വളരെ വിഷമിക്കും. അവർക്ക് ഞങ്ങൾ ആരെക്കുറിച്ചും അങ്ങനെ തിരക്കഥ ഉണ്ടാക്കിയതല്ലല്ലോ എന്ന് പറഞ്ഞ സ്ത്രീകൾ എല്ലാവരും തന്നെ വേദനിക്കും. സർക്കാരിന്റെ ഭാഗം ന്യായീകരിക്കുവാൻ കാരണങ്ങൾ മന്ത്രി പറയുന്നുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയുമാണല്ലോ. SIT രൂപീകരിച്ചു, SITക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ ആരും വന്നില്ല, അതുകൊണ്ട് SITയുടെ അന്വേഷണം നിർത്തി. അപ്പോൾ സർക്കാർ ഇതിൽ കൈ കഴുകിയിരിക്കുകയാണല്ലോ സ്വാഭാവികമായിട്ടും. ഞങ്ങൾ ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു, അങ്ങനെ കോൺക്ലേവ് നടത്തി, നയം വരുന്നു, ഇല്ലേ? അതോടുകൂടി സർക്കാർ സേഫായി.
സർക്കാർ സേഫ് ആയെന്ന് വെച്ചപ്പോ എന്റെ വീട്ടിൽ SIT ഓഫീസേഴ്സ് വന്നിരുന്ന് എന്നോട് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മാഡത്തിന്റെ മൊഴി ഞങ്ങൾ കണ്ടു, പക്ഷെ മാഡത്തിൻ്റെത് വെച്ച് കേസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആ വ്യക്തി മരിച്ചുപോയി, വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു വിഷയമാണ്, 40 കൊല്ലം മുമ്പ് ഉണ്ടായതാണ്, നമുക്കത് ഉപേക്ഷിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ആരും? അപ്പൊ ഞാൻ ചോദിച്ചു, വളരെ സ്ട്രോങ് ആയി ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞ ഒരു വ്യക്തി പോലും അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തി പോലും SITയുടെ മുമ്പിൽ പോയി നിന്ന് പറയുന്നില്ല. അതൊന്ന് ആലോചിക്കും. ആ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പിന്നെ സ്ത്രീകൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ഈ കമ്മിറ്റി ഇവിടെ ഉണ്ടാകണമെന്നും വാദിച്ച് അത് നടപ്പിലാക്കിയ ഒരു വ്യക്തി, ആ വ്യക്തി പോയി ഒരു വലിയൊരു പ്രശ്നം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവര് പോലും SITക്ക് മുൻപിൽ വരുന്നില്ല. ഇത് SIT എന്നോട് പറഞ്ഞ കാര്യമാണിത്. ഞാൻ ഈ മൊഴിയൊന്നും വായിച്ചിട്ടില്ല, പക്ഷെ SIT എന്നോട് പറഞ്ഞതാ. മാഡം, അവര് പോലും വന്ന് മൊഴി തരുന്നില്ല. അപ്പൊ ഈ വളരെ ചെറിയ കഥാപാത്രം ചെയ്യുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളോ മേക്കപ്പ് ആർട്ടിസ്റ്റോ അവരൊക്കെ എങ്ങനെയാണ് ധൈര്യത്തോടു കൂടെ മുമ്പോട്ട് വരുന്നത്? അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ അടച്ചതിനെ നമ്മൾ ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? കാരണം ഒരു കാര്യമില്ല. ഇത് ഇങ്ങനെ ഒരു ഭൂതം പോലെ ഇങ്ങനെ പൊട്ടി പുറപ്പെടും എന്ന് വിചാരിച്ചില്ല. കാരണം സിനിമയ്ക്കുള്ളിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അതായത് ഏതെല്ലാം തരത്തിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്? സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, പുരുഷന്മാർക്കും പ്രശ്നം ഉണ്ടാകും. പക്ഷെ കുറച്ചധികം സ്ത്രീകൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ലൈംഗികപരമായിട്ടുള്ള പല 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 ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഷയം കഴിഞ്ഞു പോയ എന്നോ നടന്ന ഒരു വിഷയം, ഇതിനി ആരൊക്കെ പറഞ്ഞാലും ശരി, കോടതിയുടെ മുൻപിൽ വരുമ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട്, അവിടെ കരഞ്ഞിട്ട് കാര്യമില്ല, അവിടെ വീണ് കിടന്ന് കാല് പിടിച്ചിട്ട് കാര്യമില്ല, എനിക്ക് നീതി കിട്ടണം, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ. ഈ തെളിവ് ഇവിടെ ഒപ്പിച്ചു കൊടുക്കും. പിന്നെ കുറെ പേരെ നാറ്റിക്കാം എന്ന് മാത്രം. അവരെയൊക്കെ നാറ്റിക്കാന്നുള്ളതല്ല, വേണമെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി ഒരു പെണ്ണിന് അവിടെ വന്ന് വിളിച്ചു പറയാം, അത് കുറെ ആഘോഷിക്കപ്പെടും. ഫൈനലി മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളുടെ പാട്ടിന് പോകും. പക്ഷെ ഈ പെണ്ണ് അനുഭവിക്കുന്ന വേദന, ഈ പെണ്ണ് അനുഭവിക്കുന്ന അപമാനം അത് ആർക്കും മനസ്സിലാവില്ല. അത് ആ അനുഭവിക്കുന്ന പെണ്ണിന് മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നുമാകാതെ പോയതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. പിന്നെ കുറച്ച് പേജുകൾ പുറത്തു വന്നിരുന്നില്ലല്ലോ. മന്ത്രി ഇപ്പോൾ പറയുന്നു ആരുടെയും പേരുകളൊന്നും അതിനകത്ത് ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ പേജ് പുറത്തു വിടുന്നതിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതാ പറഞ്ഞത്, ആ പേജുകൾ പുറത്ത് വിട്ടാൽ പോലും, ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ, ആ പേജുകൾ പുറത്ത് വിട്ടാൽ പോലും അത് മാറ്റിവെച്ചത് എന്തുകൊണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ അതിലേക്ക് വരുന്നില്ല. പക്ഷേ ആ പേജുകൾ പുറത്തു വന്നാൽ ഒരു വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കാമെന്നല്ലാതെ ആ പേജുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ കോടതിയുടെ മുൻപിൽ വരുമ്പോ അതിന് എവിടെയാണ് സാക്ഷികൾ ഉണ്ടാവുന്നത്? എവിടെയാണ് തെളിവുകൾ കിട്ടുന്നത്? അതൊരു വലിയ ചോദ്യമല്ലേ? അപ്പോൾ ഇനിയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉന്നയിക്കുന്നതിൽ കാര്യമില്ല അല്ലേ? ഏറ്റവും ഒടുവിൽ ഒരു കാര്യമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം. പിന്നെ സ്ത്രീകൾക്ക് ഒരേ ഒരു ധൈര്യം ആ ഹേമ കമ്മിറ്റി വന്നതോടുകൂടെ ഉണ്ടായ ഒരു വലിയ ധൈര്യം. നാളെ എനിക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വന്നാൽ എനിക്ക് മുൻപോട്ട് വന്ന് പറയാൻ ഇവിടെ ഒരു മാധ്യമമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു സർക്കാരുണ്ട്. ആ സർക്കാർ എന്ന് പറയുന്ന സർക്കാരിന്റെ മുൻപിൽ പോലും ഈ പറയുന്ന തെളിവുകൾ സഹിതം കൊടുക്കുമ്പോൾ മാത്രമേ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ. ആ ഒരു ധൈര്യം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇപ്പൊ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഭയം സിനിമ ഇൻഡസ്ട്രിയിൽ പലർക്കും ഉണ്ടായിട്ടുമുണ്ട്. പലർക്കും എവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, എവിടെയാണ് ക്യാമറയുള്ളത്, ആരാണ് എന്നെ കുരുക്കാൻ ശ്രമിക്കുന്നത്? അപ്പോ തോന്നിവാസം കാണിക്കുന്നതിന് ഒന്ന് ആലോചിച്ചും കണ്ടും നിങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നൊരു ഭയം ഇതിൽ കൂടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ശരി, നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഇപ്പോൾ ശ്രീ വിനു കിര്യത്ത് ടെലിഫോൺ ലൈനിൽ. ശ്രീ വിനു കിര്യത്ത്, മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്.